Hi dear friends, welcome back to another episode of my YouTube channel. My name is Ibad Rahman. Google Map നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. എന്നാൽ Google മാപ്പിൽ ഉണ്ടാവുന്ന ചില അപ്ഡേഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പലരിലും അറിയില്ല. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് Google മാപ്പിന്റെ പ്രധാനപ്പെട്ട 4 സവിശേഷതകളാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഹെൽപ്ഫുൾ ആവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷെയർ യുവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഫീച്ചറാണ്. ഷെയർ യുവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം മറ്റുള്ളവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൂഗിൾ മാപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മെനു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ ഷെയർ ലൊക്കേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷെയർ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ട ഒരു ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മുടെ ജിമെയിലുമായിട്ട് സിങ്ക് ചെയ്ത് കാണണം. നമ്മുടെ ജിമെയിലുള്ള കോൺടാക്ട് പേഴ്സൺസിന് നമ്മളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന പൊസിഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിലൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ യുവർ റിയൽ ടൈം ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാം. അതിൻ്റെ താഴെ ഫ്രം 1 hour, അതായത് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എത്ര മണിക്കൂർ വരെ നമ്മുടെ ലൊക്കേഷൻ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 15 മിനിറ്റ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ താഴെ വന്നു കഴിഞ്ഞാൽ സെലക്ട് പീപ്പിൾ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇതിൽ നമ്മൾക്ക് ഒരു പേഴ്സണെ ആഡ് ചെയ്യാം. നമ്മുടെ ജിമെയിലുള്ള ഒരു പേഴ്സണെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്ത ഈ വ്യക്തിയുടെ ഗൂഗിൾ മാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് പൊസിഷൻ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചർ. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഡയറക്ഷൻ സെറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ യാത്ര പുറപ്പെടുകയാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ താഴെയായിട്ട് ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ട്രിപ്പ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു. ഏതൊരു വ്യക്തിക്കാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഇമെയിൽ ID അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കാണാം. അപ്പോൾ നമ്മൾ എവിടെ എത്തി, ട്രാഫിക്കിലാണോ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളെ റൂട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, അത് പെട്രോൾ പമ്പ് ഉണ്ടോ, കോഫി ഷോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. ദെൻ ആ ബ്ലൂ ഐക്കണിൽ പിന്നെയും ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വരുന്നതാണ്. സി പ്ലേസ് നിയർ യു എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ നമുക്കറിയാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ. നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഓവറോൾ നമ്മുടെ യാത്രയെ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മോർണിംഗിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുക. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് പോകുന്നതെങ്കിൽ കോഫി ഷോപ്പിൻ്റെ മുന്നിൽ നമുക്ക് ആദ്യം നിർത്തണം വണ്ടി. രണ്ടാമത് നമുക്കൊരു പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ ഗൂഗിൾ മാപ്പിൽ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ജേർണി ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിലായിട്ട് 3 ഡോട്ട് മെനു കാണാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ കോഫി ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ദെൻ രണ്ടാമത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കോഫി ഷോപ്പും പെട്രോൾ പമ്പും ഇതിലേക്ക് ആഡ് ചെയ്തു. നമുക്കിനി വേണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. ആദ്യം എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ മെനുവിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത സ്ഥലത്തേക്കായിരിക്കും ഗൂഗിൾ മാപ്പ് നമ്മളെ എത്തിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ യാത്രയെ വളരെയധികം ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 9746029915 എന്ന എൻ്റെ മൊബൈലിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. പുതിയ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ ദ നെക്സ്റ്റ് ടൈം. ബൈ.